ഹായ് ഡിയർ ഫ്രണ്ട്സ്, ZAE ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് അതുവരേക്കും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ നമ്മൾ സ്ലൈസ് ആക്കിയിട്ടൊന്നും മുറിക്കേണ്ട, ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അത് കളറൊക്കെ മാറി വന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം അത്ര തന്നെ മതി, കൂടി പോണ്ട. ആ വെള്ളം ഒഴിച്ചൊന്ന് തിള വരുമ്പോഴേക്കും നിങ്ങൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമുള്ള മുളക് പൊടിയും ഗരം മസാലയും ക്യുമിൻ സീഡും ജീരകമില്ല, ചെറിയ ജീരകം, അത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ അതിനകത്തൊന്ന് എല്ലാ ഉള്ളിയായിട്ടൊക്കെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് ഇളകി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് ചിക്കനാണ്. ചിക്കൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മൾ കീമക്കൊക്കെ ഉപയോഗിക്കില്ലേ, അതേപോലെ തന്നെ അതുപോലെ അതടിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ചിക്കനിലേക്ക് എല്ലായിടും എത്തുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഇളക്കുന്ന സമയത്ത് നിങ്ങൾ തീ നന്നായിട്ട് കൂട്ടി വെക്കുക. അതിനുശേഷം നമുക്കത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കുരുമുളക് കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ. ഇതിപ്പോൾ കറക്റ്റ് എരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് നമ്മൾ മുട്ടയൊക്കെ വറുത്തെടുത്ത പോലെ ആയി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാക്ക്. ഇപ്പോൾ ചിക്കനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കട്ടെ. അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിന്നൊരു ബാറ്റർ തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് ഉപയോഗിക്കുന്നത്. മൈദ വേണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗോതമ്പ് എടുക്കുക, അല്ലെങ്കിൽ 2 പകുതി എടുക്കുക. മൈദയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഒരു മുട്ടയോ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ദോശൻ്റെ ബാറ്റർ ഉണ്ടാക്കില്ലേ, അത് തന്നെയാണ്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഉണ്ടാവാതെ ഇതുപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആക്കിയെടുക്കുക. ഈ ഒരു ലൂസ് അധികം തിക്കാവാനും അധികം ലൂസാവാനും പാടില്ല. ഇനി നമുക്കൊരു ദോശപ്പാൻ വെച്ചിട്ടോ ഇതുപോലെ തവ വെച്ചിട്ടോ നിങ്ങൾ ദോശ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇത് അധികം മൂത്ത് വരുമെന്ന് വേണ്ടത്, ജസ്റ്റ് മോൾ ഭാഗം ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും നിങ്ങളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കുറച്ച് നൈസായിട്ട് വേണം നിങ്ങൾ ചുട്ടെടുക്കാൻ. അധികം കട്ടിയിൽ എടുക്കരുത്. അധികം ദോശയ്ക്ക് ഒരു ദോശ കട്ടിയായിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ കനം കുറിച്ചിട്ട് നിങ്ങൾ ചുട്ടെടുത്താൽ മതി. പിന്നെ ഇത് അധികം ചുമന്ന് വരണം, പൊന്തി വരണം, അങ്ങനെ ഒന്നുമില്ല. അത് നമുക്കിതൊന്ന് വെച്ചനുസരിച്ച് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ചീസ്, ഞാനിപ്പോൾ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ചീസ് വേണം തോന്നുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ സ്ലൈസ് വേണമെങ്കിൽ സ്ലൈസും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അതിലേക്ക് ആ ചീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് മടക്കിയെടുക്കണം. അത് 2 സൈഡും ഓപ്പോസിറ്റ് സൈഡ്, ഈ സൈഡ് അങ്ങോട്ട് മടക്കി, അതേപോലെ ഓപ്പോസിറ്റ് തിരിച്ച് നമ്മൾ പേപ്പറൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ നമ്മൾ ചോറ് ഇങ്ങനെയല്ലേ കിട്ടും, അതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ വെക്കുക. ഈ ഒരു രീതിക്ക് അങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ മടക്കി എടുത്തിട്ട് വരാം, ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. ഇത് നമ്മൾ ഇങ്ങനെ ദോശ പൊട്ടിപ്പോവാതെ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഓയിൽ എല്ലായിടത്തും എത്തുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. തീ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. പെട്ടെന്ന് നമുക്കത് കരിഞ്ഞു പോകുകയല്ല വേണ്ട, കാരണം നമുക്കതൊരു ഗോൾഡൻ കളറായിട്ട് 2 ഭാഗം ഒരു ഗോൾഡൻ കളറായിട്ടും ആയി വരും. അപ്പോൾ എന്താ വെച്ചാൽ തിരിച്ച് മറിച്ചുവിട്ട് ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും തിരിച്ച് മറിച്ചുവിട്ട് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ഒരു പാനിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടുണ്ടായ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റിയെടുക്കാം. നിങ്ങൾ പൊട്ടാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എടുക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ നോക്കും.
ഇപ്പോൾ എല്ലാം ഞാൻ അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിംഗ് അല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് പൊട്ടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.